ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു കോഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വർത്തമാന പത്രങ്ങളും അവയുടെ സ്ഥാപകരും നമുക്ക് കോഡിലൂടെ വളരെ കൃത്യമായി തന്നെ പഠിച്ചു പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത്. അപ്പോൾ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? വോയിസ് സൗണ്ട് ഒന്ന് കണക്ട് ചെയ്ത് പോവാം കേട്ടോ. ശബ്ദം, നമ്മൾ വനത്തിൽ പോയിട്ട് ശബ്ദം ഉണ്ടാക്കുകയാണ് എന്നോർത്താൽ മതി. വനം, നഭ കണക്ട് ചെയ്തൂടെ? വനം, നവറോജി. അപ്പോൾ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. വോയിസ് എന്ന് പറയുമ്പോൾ ശബ്ദം അല്ലേ, ശബ്ദം നമ്മൾ ഉണ്ടാക്കുന്നത് വനത്തിൽ പോയിട്ടാണ്. അപ്പോൾ വനത്തിൽ പോയി ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒരു എക്കോ അടിക്കും അല്ലേ. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ് എന്ന് നമുക്ക് ഓർക്കാലോ. അപ്പോൾ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ചത്. അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം എന്നോർത്താൽ മതി. ചന്ദ്രൻ്റെ പ്രകാശം, ചന്ദ്രൻ്റെ പ്രകാശം എന്നോർത്താൽ ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. കേസരി എന്ന പത്രം സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകിൻ്റെ മറാത്തി പത്രമാണ് കേസരി. കേസരി എന്നത് ബാലഗംഗാധര തിലകിൻ്റെ മറാത്തി പത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പത്രമാണ് മറാത്ത എന്നത്. ബാലഗംഗാധര തിലകിൻ്റെ പത്രങ്ങളാണ് കേസരി, മറാത്ത. കേസരി എന്നത് അദ്ദേഹത്തിൻ്റെ മറാത്തി പത്രമാണ്. മറാത്ത എന്നത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പത്രമാണ് എന്ന് ഓർത്തിരിക്കുക. കേസരി എന്നത് ബാലഗംഗാധര തിലകിൻ്റെ മറാത്തി പത്രമാണ്. മറാത്ത എന്നത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പത്രമാണ് എന്നും ഓർത്തിരിക്കുക. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പോൾ കേസരി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സാരി എന്ന് കണക്ട് ചെയ്ത് പോവാം കേട്ടോ. കേസരി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? കേസരി എന്നതിൽ നിന്ന് സാരി എന്ന് കണക്ട് ചെയ്ത് പോവാം. അപ്പോൾ സാരി എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് അല്ലേ. നമ്മൾ ധരിക്കുന്ന വസ്ത്രമല്ലേ, ധരിക്കുന്ന വസ്ത്രമാണ് സാരി. അപ്പോൾ ധരിക്കുന്ന എന്നതിൽ നിന്ന് ബാലഗംഗാധര തിലക് കണക്ട് ചെയ്തൂടെ? കേസരി എന്ന് പറയുമ്പോൾ നമ്മൾ കേസരി എന്നതിൽ നിന്ന് സാരി എന്ന് കണക്ട് ചെയ്ത് പോയി. അപ്പോൾ സാരി എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് അല്ലേ. അപ്പോൾ ധരിക്കുന്ന എന്നതിൽ നിന്ന് ബാലഗംഗാധര തിലക് കണക്ട് ചെയ്ത് പോവാം. ഇനി മറാത്ത എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ മറ കെട്ടാൻ വേണ്ടിയിട്ട് സാരി ഉപയോഗിക്കും അല്ലേ. മറ കെട്ടാൻ വേണ്ടിയിട്ട് സാരി ഉപയോഗിക്കും. അപ്പോൾ സാരി എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണ് എന്നോർത്താൽ മറാത്ത. കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ലാലാ ലജ്പത് റായ്. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ദേ മാതരം എന്നത് നമ്മുടെ ദേശീയ ഗീതമാണ് അല്ലേ. നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള പാത എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള പാത എന്ന് കണക്ട് ചെയ്താലേ ലാലാ ലജ്പത് റായ് കണക്ട് ചെയ്തൂടെ? വന്ദേ മാതരം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശീയ ഗീതമാണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു പാത, വന്ദേ മാതരം എന്ന സോങ് സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു പാതയാണ് എന്നോർത്താൽ പാത എന്നതിൽ നിന്ന് ലാലാ ലജ്പത് റായ് കണക്ട് ചെയ്യാലോ. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? യങ്ങായ ഹരിക്ക് കാന്തി എന്നോർത്താൽ മതി കേട്ടോ. യങ്ങായ ഹരിക്ക്, യങ്ങായ ഹരിക്ക് കാന്തി, യങ്ങായ ഹരിക്ക് കാന്തി എന്നോർത്താൽ യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ കാന്തി എന്നതിൽ നിന്ന് മഹാത്മാഗാന്ധി എന്ന് കണക്ട് ചെയ്ത് പോവാം. അപ്പോൾ യങ്ങായ ഹരിക്ക് കാന്തി എന്നോർത്താൽ യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ നേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നേഷന് വേണ്ടി പോരാടാൻ നമ്മളോട് എന്ത് പറയും? ഗോ, പോവാൻ പറയൂലേ. നേഷന് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട് ഗോ എന്ന് പറയുകയാണ് ഓർത്താൽ. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ നേഷന് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട് എല്ലാവരോടും എന്താ പറയുക? ഗോ അല്ലേ. ഗോ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ കണക്ട് ചെയ്ത് പോവാം. ന്യൂ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആനി ബസന്റ്. ന്യൂ ഇന്ത്യ
കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. അപ്പോൾ നമുക്ക് ന്യൂ വീൽ എന്നോർക്കാം. ന്യൂ വീലില്ലേ, നമ്മുടെ ചക്രം, ന്യൂ വീൽ എന്തിൻ്റെയാണ്? ബസ്സിൻ്റെയാണ് എന്നോർത്താൽ മതി കേട്ടോ. ന്യൂ വീല് എന്തിൻ്റെ? ബസ്സിൻ്റെ. ന്യൂ എന്നതിൽ നിന്ന് ആനി ബസന്റ് കണക്ട് ചെയ്ത് പോവാം. വീൽ എന്നതിൽ നിന്ന് കോമൺ വീലും കണക്ട് ചെയ്യാം. അപ്പോൾ എന്തിൻ്റെ വീലാണ്? ബസ്സിൻ്റെ വീലാണ് അല്ലേ. ബസ് എന്നതിൽ നിന്ന് ആനി ബസന്റ് കണക്ട് ചെയ്യാലോ. അപ്പോൾ ന്യൂ ഇന്ത്യ, കോമൺ വീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. ന്യൂ വീൽ എന്നോർത്താൽ ന്യൂ വീല് ബസ്സിൻ്റെ, ന്യൂ വീൽ എന്നോർത്താൽ ന്യൂ ഇന്ത്യ, കോമൺ വീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ആണ്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പോൾ ബംഗാളികൾ ജി എന്ന് അഭിസംബോധന ചെയ്യൂ അല്ലേ. ജി എന്ന് കണക്ട് ചെയ്യില്ലേ. അപ്പോൾ കണക്ട് ചെയ്ത് പോവാലോ. ബംഗാളികൾ നമ്മളെ ജി എന്ന് അഭിസംബോധന ചെയ്യുന്നതൊന്ന് ഓർത്തിരുന്നാൽ ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച പത്രമാണ് അൽ ഹിലാൽ. അപ്പോൾ അൽ ഹിലാൽ എന്നതിൽ നിന്ന് നമുക്കിവിടെ ലാൽ എന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ ലാലേട്ടൻ എന്താണ്? കലയുമായി റിലേറ്റഡ് ആണ് അല്ലേ. ലാലേട്ടൻ കല കണക്ട് ചെയ്ത് വെച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് നമുക്കൊന്ന് ഓർത്തിരിക്കാലോ. അപ്പോൾ അൽ ഹിലാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലാൽ എന്ന് കണക്ട് ചെയ്തു അല്ലേ. ലാലേട്ടൻ കലയുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ സംവാദ് കൗമുദി എന്നത് രാജാറാം മോഹൻ റോയിയുടെ ബംഗാളി പത്രമാണ് കേട്ടോ. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ബംഗാളി പത്രം ചോദിച്ചാൽ അത് സംവാദ് കൗമുദിയാണ്. പേർഷ്യൻ പത്രം ചോദിച്ചാൽ അത് മിറാത്തുൽ അക്ബർ ആണ്. പേർഷ്യൻ പത്രമാണ് മിറാത്തുൽ അക്ബർ. അപ്പോൾ സംവാദ് കൗമുദി എന്നത് ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സംവാദ് കൗമുദി എന്ന് പറയുമ്പോൾ നമുക്ക് സമ്പാദ്യം എന്ന് കണക്ട് ചെയ്യാം. സമ്പാദ്യം നമുക്ക് എന്താണ്? സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ഒരു മോഹമാണ് എന്നോർത്താൽ മതി അല്ലേ. നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ എന്താണ്? നമുക്കൊരു മോഹമാണ് അല്ലേ. അപ്പോൾ രാജാറാം മോഹൻ റോയ് കണക്ട് ചെയ്യാലോ. സംവാദ് കൗമുദി എന്ന പത്രം ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. കൂട്ടത്തിൽ മിറാത്തുൽ അക്ബറും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. രാജ്യസമാചാരം എന്നത് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ പത്രം ചോദിച്ചാൽ അത് 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച രാജ്യസമാചാരമാണ്. കേരളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. 1848 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച പത്രമാണ് പശ്ചിമോദയം. അപ്പോൾ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പോൾ രാജ്യസമാചാരം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സദാചാരം എന്ന് കണക്ട് ചെയ്യാം. സദാചാരം അല്ലേ. സദാചാരം കാണിക്കുന്നവർ എങ്ങനെ ഉള്ളവരാണ്? ഗുണ്ടകളെപ്പോലെയാണ് അല്ലേ. സദാചാരം കാണിക്കുന്നവർ ഗുണ്ടകളെപ്പോലെയാണ് എന്നോർത്താൽ ഹെർമൻ ഗുണ്ടർട്ട് കണക്ട് ചെയ്തു പോവാം. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നത് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പത്രങ്ങളാണ്. അപ്പോൾ രാജ്യസമാചാരം എന്ന് പറയുമ്പോൾ നമ്മൾ സദാചാരം എന്ന് കണക്ട് ചെയ്തു. സദാചാരം കാണിക്കുന്നവർ എങ്ങനെയുള്ള മനുഷ്യന്മാരാ? എങ്ങനെയുള്ളവരാ? ഗുണ്ടകളെ പോലുള്ളവരാണ് എന്നോർത്താൽ രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പോൾ അവരുടെ ഇടയിലൊന്നും ഉദയം ഉണ്ടായിട്ടില്ല അല്ലേ. പുതിയൊരു ചിന്താഗതിയുടെ ഉദയമൊന്നും അവരിൽ ഉണ്ടായിട്ടില്ല എന്നോർത്താൽ ഹെർമൻ ഗുണ്ടർട്ടാണ് പശ്ചിമോദയം എന്ന പത്രം ആരംഭിച്ചത്. പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത്. പ്രഭാതം എന്നത് കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം ചോദിച്ചാൽ അത് പ്രഭാതമാണ്. 1934 ഷൊർണൂരിൽ വെച്ചിട്ടാണ് പത്രം ആരംഭിക്കുന്നത്. 1934 ഷൊർണൂരിൽ വെച്ചിട്ടാണ് കേട്ടോ. ഷൊർണൂരിൽ വെച്ചിട്ടാണ് പ്രഭാതം എന്ന പത്രം EMS നമ്പൂതിരിപ്പാട് ആരംഭിക്കുന്നത്. അപ്പോൾ പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? ഇപ്പോഴത്തെ പ്രഭാതത്തിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ന്യൂസൊക്കെ അറിയുന്നത്? SMS വഴിയാണ് എന്നോർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒക്കെ കാലം മാറിയില്ലേ. നമ്മൾ പത്രം വായിക്കുന്നവരുടെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വാർത്തകൾ അറിയുന്നത് SMS
ഓർത്താൽ പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. മലയാള മനോരമ എന്ന പത്രം ആരംഭിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. മലയാള മനോരമ എന്ന പത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കേരള കൗമുദി എന്ന പത്രം CV കുഞ്ഞിരാമൻ. അൽ അമീൻ എന്ന പത്രം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അപ്പോൾ അൽ അമീൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മീൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാം. മീനുമായി വരുന്ന മാൻ എന്നോർത്താൽ, മീനുമായി വരുന്ന മാൻ എന്നോർത്താൽ അബ്ദുറഹ്മാൻ സാഹിബ് കണക്ട് ചെയ്ത് പോവാലോ. എക്സ്പ്രസ് എന്ന പത്രം ആരംഭിച്ചത് K കൃഷ്ണനാണ്. എക്സ്പ്രസ് എന്ന പത്രം ആരംഭിച്ചത് K കൃഷ്ണനാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.